ഹായ് എവരിവൺ. ഫെബ്രുവരി 2 ഇനിയൊരു 30 ദിവസവും ചില്ലറയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ 30 ഡേയ്സിൽ എങ്ങനെ സെറ്റ് പരീക്ഷയ്ക്ക് ഫൈനൽ റൗണ്ട് തയ്യാറെടുപ്പ് നടത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ 12ഓളം സബ്ജക്റ്റുകൾക്കും പേപ്പർ 1നും ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് വിരലിൽ എണ്ണാവുന്ന വളരെ ചുരുങ്ങിയ പൈസയിൽ അവൈലബിൾ ആണ്. ആ ഫീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 6 മന്ത്സ് ലാഭിക്കാനും ഇപ്പോൾ ഈ HSA പരീക്ഷയൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് സെറ്റ് ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു മിസ് ഔട്ട് ആയി പോകുന്ന സിനാരിയോ ഒഴിവാക്കാനായിട്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് വെയിറ്റേജ് അനുസരിച്ച് പഠനത്തിനുള്ള ടൈം ക്രമീകരിക്കുക എന്നുള്ളതാണ്. പേപ്പർ 1നും പേപ്പർ 2നും 120 ചോദ്യങ്ങൾ വീതമാണ് ഉള്ളതെങ്കിൽ പോലും ഓരോ യൂണിറ്റുകൾക്കും ചോദ്യം വരുന്ന പാറ്റേൺ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അനാലിസിസ് വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് iPlusന്റെ നെറ്റ് സെറ്റ് ചാനലിലായിരുന്നു പഴയ വീഡിയോകൾ, അത് റെഫർ ചെയ്യാം. അല്ലെങ്കിൽ സെറ്റിന്റെ ഈ പുതിയ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതെങ്കിലും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അനാലിസിസ് ആവശ്യമുണ്ടെങ്കിൽ പറയാം. നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് അത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഇനി ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യമാണ് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. പരീക്ഷയോട് അടുക്കുമ്പോൾ ഒരുപാട് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നി പഠനം ആകെ സ്ട്രെസ്ഡായി കുളമായി പോകുന്ന മനുഷ്യന്മാരെ നേരിട്ട് പരിചയമുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഈ 30 ദിവസങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ടൈം ടേബിൾ ഇന്ന് 1-2 മണിക്കൂർ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ സമയം ഒരിക്കലും നഷ്ടമല്ല. എന്നിട്ട് ആ പ്ലാൻ ഫോളോ അപ്പ് നടത്തി ഫോളോ ത്രൂ ചെയ്താൽ മാത്രം മതിയാകും എന്നുള്ള കാര്യം ഓർക്കുക. ഇതിൽ തന്നെ 10 ദിവസം പേപ്പർ 1നായിട്ടും 10 ദിവസം പേപ്പർ 2നായിട്ടും മാറ്റിവെക്കുക. ഒടുവിലത്തെ 10 ഡേയ്സ് ഫൈനൽ റൗണ്ട് റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടിനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് iPlusന്റെ കോഴ്സുകളിൽ സിലബസ് മാറിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. 2016 ശേഷം ഇതുവരെ സിലബസ് മാറിയിട്ടില്ല. ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ ആക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി വിജയിക്കൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.